ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ഇഡിയംസ് ആണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. എബവ് ഓൾ, ഇതുവരെ പറഞ്ഞതിലുപരി ഏറ്റവും പ്രധാനമായും. ഉദാഹരണം പറയുകയാണെങ്കിൽ, എബവ് ഓൾ ഡോണ്ട് മെൻഷൻ ദിസ് ടു മൈ വൈഫ്. ഏറ്റവും പ്രധാനമായും എൻ്റെ ഭാര്യയോട് ഇത് പറയരുത്. എബ്രസ്റ്റ് ഓഫ്, ഏറ്റവും പുതിയ വിവരങ്ങൾക്കൊപ്പം മുന്നോട്ട് പോവുക, അറിയുന്ന നിലയിൽ തുടരുക. എക്സാമ്പിൾ ആയിട്ട്, ഹി കീപ്സ് ഹിംസെൽഫ് എബ്രസ്റ്റ് ഓഫ് ദ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് ഇൻ കമ്പ്യൂട്ടിംഗ്. കമ്പ്യൂട്ടിങ്ങിലെ പുതിയ പുരോഗതികളെ, സംഭവ വികാസങ്ങളെ അദ്ദേഹം എപ്പോഴും അറിയുന്ന നിലയിൽ തുടർന്നുകൊണ്ടു പോകുന്നു. ആബ്സെന്റ് മൈൻഡഡ് പേഴ്സൺ, മറവിയുള്ളവർ, ശ്രദ്ധക്കുറവുള്ളവർ എന്നൊക്കെ ഉദ്ദേശിക്കും. ഫോർ എക്സാമ്പിൾ, സയന്റിസ്റ്റ്സ് ആർ യൂഷ്വലി വെരി ആബ്സെന്റ് മൈൻഡഡ് പീപ്പിൾ. ശാസ്ത്രജ്ഞർ സാധാരണയായി വളരെയധികം മറന്നു പോകുന്ന വ്യക്തികളായിരിക്കും. ആക്സെപ്റ്റ് ഓർ അഡ്മിറ്റ് വൺസ് മിസ്റ്റേക്ക്, തെറ്റു സമ്മതിക്കുക, തെറ്റുകൾ അംഗീകരിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ദ ബോയ് അഡ്മിറ്റഡ് ഹിസ് മിസ്റ്റേക്ക് ബിഫോർ എവരി വൺ. ആ കുട്ടി തൻ്റെ തെറ്റ് എല്ലാവർക്കും മുൻപിൽ സമ്മതിച്ചു. ആക്സസറി ടു ബി ആൻ, കുറ്റത്തിൽ പങ്കാളിയായ ഒരു വ്യക്തി. അതിപ്പോൾ സഹായിക്കാനാകാം, ക്രൈം ചെയ്യാനുമാകാം. ദിസ് മാൻ വാസ് ആൻ ആക്സസറി ടു ദി ക്രൈം. ഈ വ്യക്തി ആ കുറ്റകൃത്യത്തിൽ പങ്കാളിയായിരുന്നതാണ്. ആഡ് ഫ്യൂവൽ ടു ദി ഫ്ലെയിം ഓർ ഫയർ, ഉപരിതലത്തിലുണ്ടായ പ്രശ്നം കൂടുതൽ വഷളാക്കുക, പിണക്കം കൂടിക്കുക, ഇതൊക്കെയാണ് അർത്ഥമായിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ, രാമുസ് മദർ ഓൾവേസ് ആഡ് ഫ്യൂവൽ ടു ദി ഫ്ലെയിം വെനെവർ ഹി ഈസ് ആംഗ്രി അറ്റ് ഹിസ് വൈഫ്. രാമുവിന് ഭാര്യയോട് കോപം വരുമ്പോഴെല്ലാം അമ്മ അത് കൂടുതൽ വഷളാക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.